മണൽ ടീം ഗംഭീര ചർച്ചയിലാണ്. എങ്ങനെയൊക്കെയാണ് പവർ റൂമിലേക്ക് ആൾക്കാരെ കയറ്റേണ്ടത് എന്നുള്ള ഗംഭീരമായ ചർച്ചയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള 7 പേരെ, ഏറ്റവും വീക്കാണെന്ന് തോന്നുന്ന 7 പേരെ പിടിച്ചുകൊണ്ട്, അതായത് ഒന്ന് ഇവർ 3 പേര്, അഭിഷേക്, അതുപോലെ ഋഷി ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഋഷി ക്യാപ്റ്റനായിട്ട് മാറി നിൽക്കുന്നു, അഭിഷേക്, നോറ, റസ്മിൻ, ഇവർ 3 പേര് കയറുന്നു. പിന്നെ ഒരു 4 പേരെ വീക്കായിട്ടുള്ളവരെ, ഏറ്റവും വീക്കായിട്ട് ആ വീട്ടിലുള്ളവരെ തോന്നുന്നവരെ കൊണ്ടുവന്ന് അവിടെ പവർ റൂമിലേക്ക് കൊണ്ടുവന്നിടുന്നു. അങ്ങനെയുള്ള സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് പേരാണ് പുറത്തു വരുന്നത്. ആ സ്ട്രോങ് ആയിട്ടുള്ള അവരിൽ നിന്ന് അപ്പോൾ ഔട്ടായി പോകും. അപ്പം നെക്സ്റ്റ് വീക്ക് വരുന്ന സമയത്ത് ഈ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഗെയിം കളിച്ചുകൊണ്ട് അവിടെ പവർ റൂമിലേക്ക് കയറും. ഈ വീക്കായിട്ടുള്ളവരെ തോൽപ്പിച്ചുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ളവർ കയറും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ ആ വീക്കായിട്ടുള്ള മത്സരാർത്ഥികൾ പുറത്തേക്ക് വരുമ്പോൾ ഋഷിക്ക് സേഫ് ആവാൻ സാധിക്കും. ഈ വീക്കായിട്ടുള്ളവരൊപ്പമാണല്ലോ പിന്നെ ഋഷി പുറത്ത് നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളതുകൊണ്ട് ഋഷിക്ക് സേവ് ആവാൻ സാധിക്കും. ഇതാണ് അവർ ആദ്യം പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നീട് ഇവർ ചിന്തിക്കുന്നത്, അല്ല പിന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് പേരെ പവർ റൂമിലേക്ക് കൊണ്ടുവന്നിടുന്നു, കുറച്ച് പേരെ പുറത്ത് കൊണ്ടുവന്നിട്ടിട്ട് അടുത്ത വീക്ക് അവിടെ വീണ്ടും പവർ റൂമിലോട്ട് ഋഷിക്ക് കയറാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കുന്നു. ഋഷി പവർ റൂമിലോട്ട് കയറുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീക്കായിട്ടുള്ളവരും സ്ട്രോങ് ആയിട്ടുള്ളവർ പുറത്തുണ്ടായിരിക്കും, അവരിൽ നിന്ന് ഔട്ടാവുന്നത്. ഇങ്ങനെ പലതരം ചിന്തകളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർക്ക് ഒരു 7 പേരോളം അവർക്ക് പവർ റൂമിലേക്ക് കയറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ബിഗ് ബോസ് സമ്മതിക്കുമെന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. 7 പേരോളം പവർ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ 8 പേരാണ് ബാക്കി പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള 8 പേര് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് 2 പേര് ഔട്ടായി കഴിഞ്ഞാൽ ഗെയിം ഭയങ്കര ട്വിസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് ഇവരിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഭയങ്കര ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം ആയിരിക്കും ഇവിടെ വരിക എന്നുള്ളത്. എന്തായാലും ഗംഭീരമായ ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോറയും എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ് അവിടെ ചോദിക്കുന്നുണ്ട്. ഋഷി ഓരോരുത്തരുടെ അടുത്തും അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അഭിഷേകിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും അവിടെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഋഷിക്ക് സേഫ് ആവാനുള്ള വഴി കൂടി ആലോചിച്ചിട്ട് വേണം ടീം തരംതിരിക്കാൻ എന്നുള്ളതാണ്. അതിനുവേണ്ടി 7 പേര് എന്തായാലും അവർ പവർ റൂമിൽ കയറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും വീക്കായിട്ടുള്ളവരെ കയറ്റണമെന്നാണ് അവർ തീരുമാനിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സ്ട്രോങ് ആയിട്ടുള്ളവരെ കയറ്റിക്കൊണ്ട് പുറത്ത് നിർത്തി വീക്കായിട്ടുള്ളവരെ നിർത്തിക്കൊണ്ട് അങ്ങനെയും. അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനം അവർക്ക് ഇതുവരെ എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവരുടെ മെയിൻ ആയിട്ടുള്ള തീരുമാനം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളവരെ പുറത്ത് നിർത്തുകയും ഏറ്റവും വീക്കായിട്ടുള്ളവരെ പവർ റൂമിലേക്ക് കയറ്റുകയും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഗംഭീര ഒരു ഗെയിം ട്വിസ്റ്റിംഗ് നടക്കുമെന്നാണ് ഇപ്പോൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.